മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, താങ്കൾ ഇത് കേൾക്കുന്നുണ്ട്, ഇത് കാണുന്നുണ്ട് എങ്കിൽ ഇവളുടെ അഹങ്കാരത്തിന് തീർച്ചയായിട്ടും ഇവൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ലൈസൻസ് കൊടുക്കരുത്. ഇത്രയും അഹങ്കാരമുള്ളവൾ വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങിയാൽ ആ വഴിയിൽ പോകുന്ന ആളുകളുടെ ജീവൻ പോലും സുരക്ഷിതമല്ല. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ, അതായത് ഇവൾ ഭീഷണിപ്പെടുത്തുന്ന ആ ഉദ്യോഗസ്ഥന് വല്ല പ്രൊമോഷൻ ഉണ്ടെങ്കിൽ കൊടുക്കണം. കാരണം കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗം പ്രേക്ഷകരെ ആദ്യം ഒന്ന് കാണിക്കാം. ഞാൻ ഇന്ന് തൂങ്ങിക്കാം, സാറിന്റെ പേര് ഞാൻ ഇത് ഉറപ്പാ. എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ കോൺട്രാക്ട്. അങ്ങനെയല്ലേ കൊടുക്കും. കണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ഉദ്യോഗസ്ഥരെയാണ് കുറ്റം പറയുന്നത്. ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണ്, അവർ പലപ്പോഴും പണം വാങ്ങിക്കൊണ്ടാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും അവർ പല ആളുകളും വരുമ്പോൾ കണ്ണടയ്ക്കാറുണ്ട്. ഈ ലൈസൻസ് ഒക്കെ കേരളത്തിൽ ലൈസൻസ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. UAE-ലും അതുപോലെ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ലൈസൻസ് എടുക്കാൻ. മറ്റു രാജ്യങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ചില രാജ്യങ്ങൾ ഇന്ത്യൻ ലൈസൻസ് 1 വർഷം വരെ ഉപയോഗിക്കാം എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ലൈസൻസ് എന്ന് പറയുന്നത്, കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ 2 വീലർ ഉള്ള ഒരാളാണ്. എനിക്ക് 3ാമത്തെ തവണയാണ് ലൈസൻസ് 2 വീലറിന്റെ ലൈസൻസ് കിട്ടുന്നത് എന്നുള്ളത്. 4 വീലറിന്റെയും 3ാം തവണയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. കാരണം നല്ല ബുദ്ധിമുട്ടാണ്. 2 വീലർ ആണെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക, ഈ 8 എടുത്ത് കാണിച്ചു കൊടുക്കണം. 4 വീലർ ആണെങ്കിൽ H എടുത്ത് കാണിച്ചു കൊടുക്കണം. മാത്രമല്ല ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റും ഒക്കെ നമുക്കുണ്ട്. അത് നല്ല പാടാണ്. അത്രയും പ്രാപ്തരായ പിന്നെ എന്താ വാഹനം ഓട്ടിക്കാൻ അത്രയും പ്രാപ്തരാണ് നമ്മളെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ലൈസൻസ് തരുന്നത്. ഈ ലൈസൻസ് കൊണ്ട് പുറത്തിറങ്ങിയിട്ട് പിന്നെ വാഹനങ്ങൾ ചിലപ്പോ അപകടാവസ്ഥയിലൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ പ്രാപ്തരാണോ എന്ന് പൂർണ്ണമായും അറിഞ്ഞതിന് ശേഷമേ അവര് ലൈസൻസ് തരൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ പെൺകുട്ടി മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയാണ്. എനിക്ക് 1 ആഴ്ചക്കകത്ത് ലൈസൻസ് കിട്ടേണ്ടതാണ്, അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പേര് എഴുതി വെച്ച് ഞാൻ ചത്തുകളയും. അതായത് നിങ്ങളുടെ പേര് എഴുതി വെച്ച് ചത്തുകളയും എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥൻ ചിന്തിക്കുന്നത് എന്താണ്? ഇനി ഞാൻ ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് എഴുതി വെച്ച് ഈ പെൺകുട്ടി ചത്ത മാധ്യമങ്ങൾ മുഴുവൻ ഈ ഉദ്യോഗസ്ഥന്റെ നെഞ്ചത്ത് കയറി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും, വേണമെങ്കിൽ ഡിസ്മിസ് ചെയ്യേണ്ട അവസ്ഥയിൽ വരെ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കും. ആ നിരപരാധിയായ അഴിമതിരഹിതനായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കുട്ടി പ്രാപ്തയല്ല, കുട്ടിക്ക് ലൈസൻസ് കിട്ടാനുള്ള യോഗ്യത ആയിട്ടില്ല, കുട്ടി കൃത്യമായി വാഹനം ഓടിച്ച് കാണിക്കൂ, അല്ലെങ്കിൽ അത് കൃത്യമായി വാഹനം ഓടിച്ച് പഠിക്കൂ, അതിനുശേഷം നമ്മുടെ നിയമം അനുസരിച്ച് നമുക്ക് ലൈസൻസ് തരാൻ കഴിയൂ എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് കേൾക്കാതെ ഈ പെൺകുട്ടി അഹങ്കാരം കാണിച്ച് ഏതെങ്കിലും തരത്തിൽ പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ മാധ്യമങ്ങളൊക്കെ മൈക്കും ക്യാമറയും കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് പോകും. പിന്നെ അദ്ദേഹം ജയിലിലാകും, പോലീസ് പിടിക്കും. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി നിർവഹിച്ചു. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ഈ പെൺകുട്ടി പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്, അതും കൂടി കണ്ടോളൂ. നമുക്ക് ഇത് ഒരുപാട് കാണിക്കാൻ പറ്റില്ല, കാരണം 1 മിനിറ്റ് കൂടുതലേ നമുക്ക് വീഡിയോ കാണിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ എന്താ പറയുക, കൃത്യമായി ലൈസൻസ് ഒക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ലൈസൻസ് എടുക്കുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കുന്നതിനൊക്കെ നല്ല പൈസ ചിലവുണ്ട്. കാറും എന്താ പറയുക പിന്നെ ബൈക്കിനും കൂടി ലൈസൻസ് എടുക്കുന്നതിന് പല എന്താ പറയുക ഡ്രൈവിംഗ് സ്കൂളുകൾ വാങ്ങുന്നത് പല രീതിയിലുള്ള എമൗണ്ടുകളാണ്. ഇതൊക്കെ അടച്ചാണ് നമ്മൾ പഠിച്ച് പിന്നെ പോയി ലൈസൻസ് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന്. ഒരിക്കലും അല്ല. ഞാൻ ആദ്യമായി ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഞാൻ നന്നായിട്ട് റോഡിൽ വാഹനം ഓടിക്കും. അപ്പോ എന്റെ വിശ്വാസമാണ്. ഇനി എന്റെ എതിരെ വരുന്നവർക്കും എന്റെ പുറകെ വരുന്നവർക്കും എങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. എന്റെ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര മികച്ച രീതിയിലല്ല, എന്റെ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നാട്ടിൽ ഇറങ്ങുന്ന വാഹനങ്ങൾക്കും, ഞാൻ വാഹനം ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റു വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ വാഹനം ഓടിച്ചിട്ടുള്ള ഒരാളാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ആദ്യം വലിയ കോൺഫിഡൻസോട് കൂടിയാണ് ആദ്യം ലൈസൻസ് എടുക്കാൻ പോയത്. കിട്ടിയില്ല. 8 നിലയെ പൊട്ടി തിരിച്ചു വന്നു എന്നുള്ളതാണ്. എല്ലാ കമ്പി ഇടിച്ച് നിരത്തി ഇട്ട് തിരിച്ചു വന്നു. 2ാം തവണയും ഞാൻ പോയി. 2ാം തവണയും ലേണേഴ്സിന്റെ കാലാവധി 6 മാസമാണ്. അതിന് മുമ്പ് നമുക്ക് എടുത്തില്ലെങ്കിൽ വീണ്ടും ലേണേഴ്സ് എഴുതേണ്ടി വരും. അപ്പോൾ 2ാം തവണയും പോയി. ഞാൻ എടുത്ത സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ 2ാമതും ഞാൻ പോയി. 2ാമത് പോയപ്പോഴും എനിക്ക് കിട്ടില്ല. കാരണം അവിടെ നിന്ന ഉദ്യോഗസ്ഥർ സത്യസന്ധരായ ഉദ്യോഗസ്ഥരായിരുന്നു. അവര് അങ്ങനെ പിന്നെ എന്താ പറയുക
കൃത്യമായി നമുക്കതിനുള്ള കഴിവ്, കാരണം വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ഉള്ള കഴിവ് ഏതെങ്കിലും ഒരു ഘട്ടം വന്നാൽ നമുക്കത് വളയ്ക്കാനും തിരിക്കാനും വണ്ടി ആ ഒരു എന്താ പറയുക, ആ ഒരു പിന്നെ ആക്സിഡന്റ് ഘട്ടത്തിൽ നിന്ന് നമുക്ക് വളച്ച് തിരിച്ചെടുത്തുകൊണ്ട് പോകാനൊക്കെയുള്ള കഴിവുണ്ടോന്ന് അറിയണ്ടേ, നമ്മൾ അതിനുള്ള പ്രാപ്തി ഉണ്ടോന്ന് അറിയണ്ടേ, എന്നിട്ടല്ലേ ഇതൊക്കെ തരേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ തവണ പോയപ്പോഴും 8 നില പൊട്ടി തിരിച്ച് അതുപോലെ പോന്നു. 3-ാം തവണ പോയപ്പോ കൈ മുറിഞ്ഞ് ഈ ഗ്ലാസ് പൊട്ടിയപ്പോ അത് എടുത്ത സമയത്ത് കൈ മുറിഞ്ഞ് പൊട്ടി കെട്ടി വെച്ചിട്ടാണ് പോയത്. അപ്പൊ ഞാൻ കരുതിയത് കൈയൊക്കെ കെട്ടി വെച്ചിട്ട് പോകുന്നതല്ലേ, എന്തെങ്കിലും ഒരു ഇളവ് തരുമായിരിക്കും എന്ന് വിചാരിച്ചു. ഒരിളവും തന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഈ നന്നായിട്ട് ആക്സിലേറ്ററൊക്കെ മുറുക്കി പിടിച്ചപ്പോൾ കയ്യിൽ നിന്ന് ബ്ലഡൊക്കെ വന്നു. അതൊന്നും അവരുടെ വിഷയമല്ല. അവർ കൃത്യമായി ജോലി ചെയ്യുന്നവരായിരുന്നു, സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായിരുന്നു, മോട്ടോർ വെഹിക്കിളുടെ ഉദ്യോഗസ്ഥർ. അവർ കൃത്യമായി അവർക്ക് 8 എടുത്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം ഹെച്ചും എടുത്ത് വൃത്തിയായിട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അവർ എനിക്ക് ലൈസൻസ് തന്നത്. ആ ലൈസൻസിന് എനിക്ക് ഭയങ്കര വാല്യൂ ഉണ്ട്. കാരണം കഷ്ടപ്പെട്ട്, ഇപ്പൊ എല്ലാവരുടെ ലൈസൻസിന് അവർക്ക് വാല്യൂ ഉണ്ട്. കഷ്ടപ്പെട്ട് നേടുന്ന സാധനമാണ് ഈ ലൈസൻസ് എന്ന് പറയുന്നത്. SLC പരീക്ഷയൊക്കെ നല്ല ഈസി ആയിട്ട് പാസ്സായ, +2 ഒക്കെ നന്നായിട്ട് ഈസി ആയിട്ട് പാസ്സായി, ഡിഗ്രിയും പാസ്സായ നമുക്കൊക്കെ ലൈസൻസ് എടുക്കുന്ന എന്നൊക്കെ ബാലികേറ മല പോലെ ആയിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം അത്രയും മികച്ച രീതിയിൽ ഡ്രൈവിങ്ങിൽ പിന്നെന്താ പറയുക, നല്ല പ്രാപ്തി ഉള്ളവർക്ക് മാത്രമേ അവര് ലൈസൻസ് കൊടുക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ ഈ പെൺകുട്ടി ലൈസൻസ് എടുത്തതിന്, അതായത് ഹെച്ചും 8ഉം ഒക്കെ പാസ്സായതിന് ശേഷം ഇവർക്ക് പ്രാപ്തി ഉണ്ട് എന്ന് കണ്ട് മാത്രമേ ലൈസൻസ് കൊടുക്കാവൂ. മാത്രമല്ല ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുകയും ചെയ്തു. കാരണം ഒരു നടപടി സ്വീകരിക്കാനുള്ള തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ വല്ല പ്രൊമോഷൻ കൊടുക്കണം. കാരണം ഞാൻ ചത്തോളം എനിക്ക് ലൈസൻസ് താന്നും പറഞ്ഞ് വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരുത്തിക്ക് ലൈസൻസ് കൊടുത്ത് നട റോഡിൽ ഇറക്കിയാലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഈ കേരളത്തിലെ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഈ ആൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ലൈസൻസ് കിട്ടുമെന്ന് പറയും. കാരണം അവർക്ക് വാഹനം ഓടിക്കാനൊക്കെ പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് അവർ പഠിച്ചെടുക്കും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ലൈസൻസ് പെട്ടെന്ന് കിട്ടിയത് പെൺകുട്ടികൾക്കാണ്. ഇപ്പൊ എല്ലാ പെൺകുട്ടികളും ബൈക്ക് വരെ ഓടിച്ച് ഹിമാലയം വരെ പോകുന്ന അവസ്ഥയിലേക്കൊക്കെ അവര് മാറിക്കഴിഞ്ഞു. അപ്പോ ആൺ പെൺ വലിപ്പ ചെറുപ്പമൊന്നും ഇതിലില്ല എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും ഇത്തരം അഹങ്കാരം കാണിക്കുന്ന ആളുകൾക്കൊക്കെ നന്നായി അവര് വാഹനം ഓടിക്കും, റോഡ് ടെസ്റ്റും ഗ്രൗണ്ട് ടെസ്റ്റും നന്നായി എടുക്കും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമേ ലൈസൻസ് കൊടുക്കാവൂ. ഭീഷണിക്കൊക്കെ വഴങ്ങി നമ്മൾ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവര് തന്നെ ചിലപ്പോൾ ഇവർക്കൊന്നും സംഭവിക്കില്ല, എതിരെ വരുന്ന വാഹനത്തിലായിരിക്കും കൊണ്ട് ഇടിച്ചു കയറുന്നത്. ഇവരുടെ ആയുസ്സിന് ബലം നല്ലതാണെങ്കിൽ ഇവര് രക്ഷപ്പെടും, എതിരെ വരുന്ന വാഹനത്തിൽ ഇരിക്കുന്നവരുടെ കാര്യം ചിലപ്പോൾ പോക്കായിരിക്കും. അതുകൊണ്ട് കൃത്യമായി എന്താ പറയുക, ലൈസൻസ് തന്നില്ലെങ്കിൽ ചത്ത് കളയുമെന്ന് പറഞ്ഞാൽ അത്ര ചാവ മുട്ടി നിൽക്കുന്നവരൊക്കെ പോയി ചത്തോട്ടെ. ലൈസൻസ് കൃത്യമായ വേയിലൂടെ അല്ല നമുക്കൊരു സാധനം കിട്ടുന്നെങ്കിൽ നമുക്ക് അതിനൊരു വിലയും ഉണ്ടാവില്ല. നമ്മൾ കഷ്ടപ്പെട്ട് എടുത്താലേ ആ എന്ത് കാര്യത്തിനും നമുക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പൊ ചത്ത് കളയും, എനിക്ക് ലൈസൻസ് തന്നില്ലെങ്കിൽ ലൈസൻസ് തരാൻ സാറിന് എന്താ എത്ര ബുദ്ധിമുട്ട്, മര്യാദയ്ക്ക് എനിക്ക് ലൈസൻസ് അല്ലെങ്കിൽ സാറിന്റെ പേര് എഴുതി വെച്ച് ഞാൻ ചത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങൾ നന്നായി എന്താ പറയുക ലൈസൻസ് പിന്നെ നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് വാഹനം നിരത്തിലിറങ്ങി ഓടിക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് ഗണേഷ് കുമാറാണ് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി. അദ്ദേഹം ഇതിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് എന്നാണ് കേൾക്കുന്നത്.